ഹായ് ഫ്രണ്ട്സ്, ഐ ആം ബെനിറ്റ്. വെൽക്കം ടു മൈ വീഡിയോ. വളരെ ഫേമസ് ആയൊരു ബ്രാൻഡിൻ്റെ അതിലേറെ ഫേമസ് ആയൊരു ഷൂ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നൈക്കി എയർ ജോർഡൻ 1. വർഷം 1984. നൈക്കി ബാസ്കറ്റ്ബോൾ ഷൂ ബിസിനസ്സിൽ കാലിടറി നിന്നിരുന്ന കാലം. കോൺവേഴ്സ്, അഡിഡാസ് പോലെയുള്ള ബ്രാൻഡുകൾ കൊടികുത്തി വാണിരുന്ന മാർക്കറ്റ്. അത്തരമൊരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുവാൻ ഒരേയൊരു വഴി അവരുടെ ബ്രാൻഡിന് ഒരു ഐക്കണെ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു. വളരെ നീണ്ട അന്വേഷണത്തിന് ശേഷം ഒരു 21 വയസ്സുകാരനെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതെ, MJ എന്നറിയപ്പെടുന്ന മൈക്കിൾ ജോർഡൻ. നൈക്കിയുമായി കരാറിൽ ഒപ്പുവെച്ച മൈക്കിൾ ജോർഡന് വേണ്ടി അവർ ഒരു പുതിയ ഷൂ ഡിസൈൻ ചെയ്തു. അതിന് അവർ എയർ ജോർഡൻ എന്ന പേരും നൽകി. എയർ ജോർഡൻ ഷൂവിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററിയെ പറ്റി പറയാനാണെങ്കിൽ, അക്കാലത്ത് NBA നിയമപ്രകാരം ഓരോ ബാസ്കറ്റ്ബോൾ ഷൂവിൻ്റെ നിറത്തിൻ്റെ 51% വൈറ്റ് ആയിരിക്കണമെന്നതായിരുന്നു. ഇത് പാലിക്കാത്ത പക്ഷം അതാത് പ്ലെയേഴ്സ് പെർ ഗെയിം $5000 ഫൈൻ അടയ്ക്കുവാനും ബാധ്യസ്ഥരായിരുന്നു. എന്നാൽ ചിക്കാഗോ ബുൾസിൻ്റെ പ്ലെയറായ മൈക്കിൾ ജോർഡന് വേണ്ടി നൈക്കി ഡിസൈൻ ചെയ്ത ഷൂവിൽ വെറും 23% മാത്രമേ വൈറ്റ് കളർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മൈക്കിൾ ജോർഡൻ കളിക്കുന്ന ഓരോ ഗെയിമിനും $5000 വെച്ച് നൈക്കി NBA ഫൈൻ അടച്ചു പോകുന്നു. ആ ന്യൂസ് തന്നെ നൈക്കിയുടെ എയർ ജോർഡൻ ഷൂവിന് വളരെയധികം പബ്ലിസിറ്റി നൽകി. പിന്നീടങ്ങോട്ട് NBA നിയമമൊക്കെ ശക്തമാക്കി എയർ ജോർഡൻ ബാൻ ചെയ്തെങ്കിലും ആ സമയം കൊണ്ട് തന്നെ ആളുകൾ ഈ ഷൂ ഏറ്റെടുത്തിരുന്നു. ഏകദേശം 50,000 പേർ ഷൂ ആണ് ആ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നൈക്കി വിറ്റഴിച്ചത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1997 നൈക്കിയും മൈക്കിൾ ജോർഡനും ചേർന്ന് ജോർഡൻ എന്ന ബ്രാൻഡ് രൂപീകരിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ എയർ ജോർഡൻ ഷൂസും ജോർഡൻ എന്ന ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ ഷൂവിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ജംപ് മാൻ എന്ന ലോഗോയും മൈക്കിൾ ജോർഡൻ്റെ ഒരു ഫോട്ടോഗ്രാഫിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. എയർ ജോർഡൻ 1 മിഡ് എഡിഷൻ ഷൂവിൻ്റെ യൂസർ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നാച്ചുറൽ പ്ലസ് സിന്തറ്റിക് ലെതർ ആൻഡ് ടെക്സ്റ്റൈൽ ഫാബ്രിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. റബ്ബർ ഔട്ട്സോൾ വിത്ത് പിവേർഡ് സർക്കിളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ പിവേർഡ് സർക്കിൾ ഒരു ഐഡൻറ്റിറ്റിയാണ്. കൂടുതൽ ഡ്യൂറബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ നൽകുന്നു എന്നാണ് നൈക്കി അവകാശപ്പെടുന്നത്. എയർ ജോർഡൻ 1 ഷൂസ് ഇന്ന് പല കളറുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് ലിമിറ്റഡ് എഡിഷൻ മോഡലുകളും ഉണ്ട്. ബേസിക്കലി ബാസ്കറ്റ്ബോൾ ഷൂ ആയതുകൊണ്ട് തന്നെ ഈ ഹൈ ആംഗിൾ ഡിസൈൻ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. എങ്കിലും അതൊരു നോർമൽ യൂസിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത്ര കംഫർട്ടബിൾ ആയി തോന്നില്ല. എനിക്ക് പേഴ്സണലി ഈ ഷൂ അത്ര കംഫർട്ടബിൾ അല്ല ഞാനിതിൽ. ഒന്നാമത് ഈ ഹൈ ആംഗിൾ ഡിസൈൻ അത് എനിക്കത്ര താല്പര്യമില്ല. പിന്നെ എൻ്റെ കാലിൻ്റെ ഫിംഗറുകൾ ഇവിടെ ഇച്ചിരി ടൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതും ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഷൂ ആണ്. ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഷൂ ആണ്. എല്ലാവർക്കും ഈ ഡിസ്കംഫോർട്ട് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു പെർഫെക്റ്റ് ആയിട്ട് ഫ്ലാറ്റ് ആണ്. നല്ലൊരു ഫ്ലാറ്റ് ഫുട്ട് നമുക്ക് ഈ ഷൂവിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കുഷനിങ്ങുമാണ് ഈ ഷൂവിനുള്ളത്. ഒട്ടും ഓവറും അല്ല, അത്ര മോശവും അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ട്രെയിനർ ഷൂ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ജിമ്മിലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഷൂ ആയിരിക്കും ഇത്. ഇതിൻ്റെ ഔട്ട്സോളിലേക്ക് വന്നു കഴിയുമ്പോൾ പുതിയ മോഡൽ ജോർഡൻ ഷൂസിൽ അല്ലെങ്കിൽ ഏതൊരു പുതിയ മോഡൽ സ്പോർട്സ് ഷൂസിലും ഉള്ള പോലത്തെ നോൺ മാർക്കിംഗ് സോളൊന്നുമില്ല. ഒരു നോർമൽ ആയിട്ടുള്ള റബ്ബർ ഔട്ട്സോൾ മാത്രമേ ഉള്ളൂ. സ്റ്റിൽ ഇതിന് കുഴപ്പമില്ലാത്ത ട്രാക്ഷൻ നൽകുന്നുണ്ട്. നമ്മളങ്ങനെ നൈക്കി എയർ ജോർഡൻ ഷൂവിൻ്റെ ചെറിയൊരു ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കി. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കിടക്കാം. നൈക്കി എയർ ജോർഡൻ മിഡ് എഡിഷൻ ഷൂവിൻ്റെ വില. ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് £130, അഥവാ ഏകദേശം 13,000 രൂപ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഷൂ വീഡിയോയുമായി അടുത്ത തവണ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.